ഹായ് ഗായ്സ്, അപ്പം അങ്ങനെ വിടുതലെ പാർട്ട് 2. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ വൈകിക്കൊന്നും ചെയ്തില്ല. സെക്കൻഡ് പാർട്ട് ഈ വർഷം ഇറക്കി. ഇപ്പം മാർക്കൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് സാധാരണ ഇങ്ങനത്തെ ഒരു പടം കണ്ടു കഴിഞ്ഞ് വീണ്ടും സിനിമ കാണാൻ എനിക്ക് തോന്നാത്തതാണ്. ഞാൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുള്ളൂ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു സിനിമ വെട്ടിമാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ കാത്തിരിക്കുന്ന സിനിമയാണ് വാടികൾസിൽ നമ്മുടെ സൂര്യയുടെ. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങേറെ ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് കണ്ട് തന്നെ ഞെട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് പാർട്ട്. അവരാ ഇതിലേക്ക് ക്യാമ്പിലേക്കൊക്കെ വരുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കാണാൻ നല്ലൊരു അതിന് ട്രെയിലർ തന്നെ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടി. അപ്പോൾ ഇതിൻ്റെ ഞാൻ ട്രെയിലർ റിയാക്ഷൻ അങ്ങനെ ഞാൻ ചെയ്തത്. ഞാൻ ചില സിനിമകളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ ഞാൻ ട്രെയിലർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇരുന്ന് ഞാൻ കാണാൻ നിന്നില്ല. ഞാൻ നേരെ എനിക്ക് ഈ സിനിമയുടെ ട്രെയിലർ കാണണമെന്ന് നിർബന്ധമില്ല. കാരണം എനിക്ക് ഈ സിനിമയോടൊക്കെ ഉള്ള ഒരു വിശ്വാസമില്ല. അതായത് തിയേറ്ററിൽ പോയാൽ കിട്ടാനുള്ള ഒരു സാധനം. വെട്ടിമാരൻ ഒരു രക്ഷയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം മനുഷ്യനല്ലേ, എന്താ പറയുക, എടുത്തു വെച്ചേക്കണ എല്ലാ സിനിമയും നമ്മൾ ഒരു ആലോചിക്കണം. ഇങ്ങനത്തെ ഒരു ഡയറക്ടർ സമ്മതിക്കുക ഇങ്ങനെ ഓരോ പടങ്ങളും എടുത്ത് വെച്ചേക്കുന്നത്. എൻ്റെ ദൈവമേ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് പടമാണ് പുള്ളിയുടെ ബോറ് പടം, കൂറ പടം എന്നൊക്കെ പറയാൻ തോന്നുക. അങ്ങേര് എടുത്ത് വെക്കണ സിനിമകളുടെ ആ ഒരു പവർ തന്നെയാണ്. അതോരോ നടന്മാർക്ക് കൊടുക്കണത്. ധനുഷിന് ഇപ്പോൾ വിജയ് സേതുപതിൻ്റെ സൂര്യ അവർക്കൊക്കെ കൊടുത്തേക്കണ ഒരു ഇതില്ലേ. ഇതിലൊക്കെ മഞ്ജുവാരൊക്കെ നല്ല റിസൾട്ട്. മഞ്ജുവാരൻ മറ്റേ അസൂറിലൊക്കെ എടുത്തേക്കണം അതിനേക്കാളും നല്ല രീതി. ഞാൻ പറയാം, ഒരു പ്രത്യേക തരം മനുഷ്യൻ. എനിക്ക് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സിനിമ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ മാർക്കോ കാരണം ഈ ഒരു സിനിമയുടെ ഒരു ഇത് എനിക്ക് കുറയൊന്നും തോന്നുന്നില്ല. കാരണം വെട്ടിമാറിന് നമ്മുടെ തമിഴ്നാട്ടിൽമാർക്ക് അവന്മാരുടെ കാര്യം പറയണ്ട, അവന്മാർക്കൊക്കെ ഇതിൻ്റെയൊക്കെ ഈ ഒരു നല്ല പവർ അറിഞ്ഞൂടെ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഈ മലയാളത്തിലൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഈ സിനിമ നമ്മുടെ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ആൾക്കാർ കാണണേന്ന് എനിക്ക് തോന്നുന്നു. അവന്മാർക്കൊക്കെ ഈ തെലുങ്കുമാർക്കൊക്കെ ഇങ്ങനത്തെ പടം പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇത് കിട്ടില്ല സാധനമെന്നറിയോ, ഇതൊരു പൊളി സാധനമാണ് ഈ സാധനമൊക്കെ. ഇത് ആ ഒരു മറ്റേ ഫസ്റ്റ് പാർട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലവർക്ക് എനിക്ക് ഫസ്റ്റ് പാർട്ട് അങ്ങനെ ചിലവർക്കൊക്കെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ഒരു ഇത് ചിലവർക്ക് തോന്നുന്നുണ്ടാവില്ല. എനിക്കറിയണവർക്ക് ചിലർക്കൊക്കെ അത്രയും ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് പാർട്ടൊക്കെ. അതുപോലെ തന്നെ മറ്റേ ഓരോരുത്തരുടെ ക്യാരക്ടർ, മറ്റേ പോലീസുകാരനായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ലവ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കണം. മൊത്തം സെക്കൻഡിൽ മാറാതെ വിജയ് സേതുപതിൻ്റെ സ്റ്റോറി കാണിക്കുമ്പോൾ വിചാരിക്കും കുറച്ച് ഇമോഷണൽ സാധനമൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല രീതിയിൽ അതായത് ഒരു ക്ലാരിറ്റി, ഒരു ആ മെലിഞ്ഞ് ഇരിക്കുന്ന സമയത്തുള്ളത് അത് രക്ഷയില്ല. ഒരു കിട്ടുന്ന തിയേറ്ററിന് പോയാണ് ആ ഒരു ഫീല് നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാമെന്ന് പറയില്ല. ആ ഒരു സാധനമാണ് ഈ ഒരു സിനിമ. ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ വേണം ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനത്തൊക്കെ മറ്റേ സൂര്യമായിട്ടൊരു സിനിമയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഒരു കിടിലൻ പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയൊരു സിനിമ. ഇതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ നിങ്ങൾ. ഞാൻ പറയാം, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒക്കെ ഇങ്ങനെ ഇങ്ങനത്തെ പടമൊക്കെ തന്നെ ഒപ്പം ഇറക്കണം. ഇതൊക്കെ അതായത് ക്ലാഷ് ഒന്നും വയ്ക്കുക. ഇതൊക്കെ ഇപ്പോൾ ക്ലാഷ് ഒന്നുമല്ല. പക്ഷെ നമ്മുടെ ഇപ്പോൾ മാർക്കോ ഇപ്പോൾ നല്ല പടങ്ങളൊക്കെ കാണേണ്ട ഈ ഒരു സിനിമയ്ക്കൊക്കെ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ കാണാമെന്ന് പോണേ. അങ്ങനെ ഇറക്കേണ്ട ഒരു പടമായിരുന്നു. പിന്നെ വിജയ് സേതുപതി അങ്ങേര് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ അങ്ങേറെ കൂതറ പടങ്ങളും കൂതറ അഭിനയമുള്ള സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു ഡയറക്ടറെ കിട്ടിയ അങ്ങേര് വേറെ ലെവലാണ്. അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയുകയാണെങ്കിൽ മറ്റേ സുരാന്ന് പറഞ്ഞ നടൻ മറ്റേ പുള്ളി വേറെ ലെവൽ. പുള്ളിനെ ഇങ്ങനെ കോമഡി സാധനമൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റൊരു സിനിമയുണ്ട് തമിഴ്, ഈ നമ്മുടെ ഉണ്ണിമുന്തന ആയിട്ടുള്ള സിനിമയൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ അതിൻ്റെ കാരണം ഇരട്ടി പുള്ളിക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഫസ്റ്റ് പാർട്ട് തന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇവർ കിട്ടില്ല. ഇങ്ങനെയൊക്കെ കൊണ്ടുവരാനൊക്കെ ഈ ഡയറക്ടറിനൊക്കെ പറ്റുള്ളൂ. പിന്നെ വെട്ടിമാരനെ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കുകയാണ് ഇതൊക്കെ
ഈ ഡയറക്ടറൊക്കെ തമിഴ്നാട്ടിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ തമിഴന്മാരനെ ഞാൻ ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. കാരണം എന്താ അറിയോ, അത് വേണം. കാരണം അവിടെയുള്ള നല്ല നടന്മാർക്ക് ഇങ്ങനത്തെ നടന്മാരനൊക്കെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണം. എന്നാലാണ് അവരെ കഴിവ് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇത് മറ്റേ പരിപാടി എന്നല്ല, അതായത് നമ്മുടെ തമിഴന്മാരുടെ രീതി മതി. തമിഴന്മാർക്കൊക്കെ പിടിക്കാൻ ചാൻസ് കുറവാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ. ഇതൊക്കെ ക്ലാസ് സാധനമാണ്, ക്ലാസ് സാധനം. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ ഞാൻ വെട്രിമാൻ്റെ ഏത് സിനിമ ഇറങ്ങിയാണെങ്കിൽ വെയിറ്റാണ്, കട്ട വെയിറ്റിംഗ് ആണ് അങ്ങേരുടെ സിനിമകൾ കാണാൻ. വേറെ ഏതൊരു സിനിമ ഇറങ്ങിയില്ല ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് അങ്ങേരുടെ സിനിമകൾ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ക്ലാരിറ്റി എന്ന സാധനമില്ല ഇതൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ മാർക്ക് കാണാത്തവരുണ്ടെങ്കിൽ മാർക്കും പോയി കാണാം. ഈ വർഷം എനിക്ക് തന്നെ ഇന്ന് 2 സിനിമ 3 സിനിമ അങ്ങനെ 2-3 ഇറങ്ങിയിട്ടെന്ന് തന്നെ. എന്തായാലും ഈ ഒരു 2 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് രണ്ടും, അതായത് മാർക്കോ ഞാൻ പറയാല്ല, മാർക്കോ ഒരു നോർമൽ മൂവി അല്ല മക്കളെ, ഇതൊക്കെ വേറെ സാധനമാണ്. ഇത് വേറൊരു ലീഗാണ്. ഇത് 2 പടങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. 2 പടങ്ങളും ചിലപ്പോൾ എനിക്ക് മാർക്കോടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ചിലർക്ക് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു സാധനം എനിക്ക്, ഞാൻ പറഞ്ഞു ഈ സാധനം ചിലപ്പോൾ ചിലർക്ക് ഇതുപോലെ ലാഗാന്നൊക്കെ പറയണവരുണ്ടാവും. എന്തായാലും എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇറങ്ങിയ 2 സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. വെട്ടർമാൻ്റെ സിനിമകൾ കാത്തിരിക്കണവർക്ക് നിങ്ങൾ പുള്ളിയുടെ സിനിമയുടെ നിങ്ങൾ റിവ്യൂ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ ആ ടിക്കറ്റ് എടുത്ത് കയറാം. അതിലുള്ള സാധനം എന്തായാലും ഉണ്ടാവും എന്നുള്ള നിങ്ങൾക്ക് അറിയാലോ. ബൈ.